ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അമ്മ എൻ്റെ വീട്ടിലില്ലാത്തൊരു ദിവസമാണ്. ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അമ്മ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര മടിച്ചാണ്, എന്നാൽ അമ്മ വീട്ടിലില്ലെങ്കിൽ ഞാൻ എല്ലാ ജോലിയും ഒറ്റയ്ക്ക് എടുക്കും എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടില്ലേ. അങ്ങനത്തെ ഒരു ദിവസമാണ് ഇന്ന്. ഇന്ന് ഒരു കുഞ്ഞു സ്റ്റോറിയും അതേപോലെ എന്തുകൊണ്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു മടിച്ചായി മാറിയെന്നും ഞാൻ കഥയായിട്ട് പറഞ്ഞു തരാവേ. എൻ്റെ ഒരു 5ാം ക്ലാസ് മുതലേ എൻ്റെ അമ്മ ഗൾഫിലാണ്. എനിക്ക് ഓർമ്മ ഉണ്ടെങ്കിൽ ഒരു 5ൻ്റെ പകുതി അല്ലെങ്കിൽ ഒരു 7ാം ക്ലാസ്സിൻ്റെ കുറച്ച് മാസങ്ങൾ അങ്ങനെയൊക്കെ എനിക്ക് എൻ്റെ അമ്മ കിട്ടിയിട്ടുള്ളൂ. കാരണം അമ്മ എൻ്റെ ഒരു 5ാം ക്ലാസ് മുതൽ ഇപ്പം ഞാൻ ഡിഗ്രി 3rd ഇയറായി. ഈ സമയത്തിനുള്ള ഒരു 5-6 തവണ ഗൾഫിൽ പോയിട്ടുണ്ട്. 5ലും 6ലും ഒക്കെ അമ്മ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് അത്ര വലിയ സങ്കടമൊന്നുമില്ല. കാരണം അന്ന് അങ്ങനെ ചിന്തിക്കാനുള്ള ബോധമൊന്നും ഇല്ലല്ലോ നമുക്ക് ആ സമയത്ത്. മാത്രമല്ല ഫുഡ് ഉണ്ടാക്കി തരാനാണെങ്കിലും അച്ചാമ്മയുണ്ട്, കൂടെ അപ്പൂപ്പനുണ്ട്, പിന്നെ അച്ഛനുണ്ട്, അനിയനുണ്ട്. അപ്പോൾ പിന്നെ സ്കൂളിലൊക്കെ പോവുകയാണെങ്കിൽ നമ്മൾ അതൊക്കെ മറന്നു പോകുമല്ലോ. പക്ഷേ ഒരു +1 +2 ഒക്കെ ആയപ്പോഴത്തേക്ക് അമ്മ ഗൾഫിൽ പോകുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ. ഞാൻ കരഞ്ഞിട്ടൊക്കെ ഉണ്ട് കേട്ടോ ഒരുപാട്. അമ്മമാരൊരു ദിവസം വീട്ടിലില്ലെങ്കിൽ ആ വീട് ഒരുമാതിരി ശൂന്യം പോലെയല്ലേ. അത് ഞാൻ ഭയങ്കരമായിട്ട് അനുഭവിച്ചിട്ടുണ്ട്. പിന്നെ അമ്മ ഇല്ലാത്ത ഒരു സാഹചര്യമായിട്ട് പൊരുത്തപ്പെട്ടിട്ടുണ്ട്. പിന്നെ വന്നിട്ട് പോകുമ്പോഴായിരിക്കും എനിക്ക് ഒടുക്കത്തെ സങ്കടം. അമ്മ വീട്ടിലുള്ളപ്പോഴൊക്കെ അടുക്കളയിൽ വന്ന് സഹായിക്കും. ഇതൊക്കെ കണ്ടുപഠിക്കുന്ന ഒരു 100 തവണ പറയുമെങ്കിൽ ഞാനതൊന്നും മൈൻഡാക്കാറേ ഇല്ലായിരുന്നു. അത് കാരണം തന്നെ എനിക്ക് ഒരു ഫുഡും ഉണ്ടാക്കാൻ അങ്ങനെ നല്ലവണ്ണം അറിയത്തൊന്നും ഇല്ലായിരുന്നേ. ഇതിനൊക്കെ പണി കിട്ടിയത് എനിക്ക് അമ്മ +1 ഗൾഫിൽ പോയ സമയത്താണ്. ആ സമയത്ത് അമ്മ പോകുന്നതിന് ഒരാഴ്ച മുമ്പ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നു. പക്ഷേ ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കണം, ഇതിൻ്റെയൊക്കെ പാകം എങ്ങനെയാണെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. മീൻകറിയൊക്കെ ഉണ്ടാക്കിയാൽ ഇവിടെ വെച്ച് അങ്ങ് പോകുന്ന രീതിയിലായിരുന്നു ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ആ സമയത്ത് ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു, ഞങ്ങൾക്ക് 6 പശുക്കളുണ്ടായിരുന്നു. ഈ പശുക്കളെയൊക്കെ നോക്കിയിട്ട് അതുങ്ങളെ അയ്യത്ത് കൊണ്ട് കെട്ടിയിട്ടൊക്കെ ആയിരുന്നു ഞങ്ങൾ സ്കൂളിൽ പോയിരുന്നത്. ആ സമയം കൊറോണ ആയിരുന്നു. കാരണം എനിക്ക് +1 ഉച്ച വരെയൊക്കെ ഉള്ളായിരുന്നു ക്ലാസ്. അമ്മയും അച്ഛനും ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മാറി നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർ പൈസ അയച്ചു തന്നിട്ട് ഞങ്ങളോടായിരുന്നു പശുവിനുള്ള കാലിത്തീറ്റ, അവർക്കുള്ള കച്ചി ഒക്കെ വാങ്ങാൻ ഞങ്ങളെയാണ് ഏൽപ്പിക്കുന്നത്. അത് കാരണം തന്നെ ചെറുപ്പത്തിലെ ഞങ്ങൾക്ക് ഒരു വീട്ടിലേക്ക് എന്തൊക്കെ ചെയ്യണമെന്ന് നല്ല ധാരണയുണ്ട് കേട്ടോ. എൻ്റെ അനിയൻ എന്നെക്കാട്ടിലും 3 വയസ്സിന് ഇളയതാണ്. എന്നാൽ പോലും ഞാൻ ആ +1 പഠിക്കുന്ന സമയത്ത് 4 മണിക്കുണ്ടെങ്കിൽ ഞാൻ അടുക്കളയിലോട്ടാണ് കയറുന്നെങ്കിൽ അവൻ പോയി എരുത്തിൽ പോയി പശുവിനെ കുളിപ്പിക്കുകയും അതിന് ചാണകം മാരുകയും അങ്ങനത്തെ ജോലിയൊക്കെ അവനായിരുന്നു അത്ര ചെറുപ്പത്തിലേ ചെയ്തിരുന്നത്. എനിക്ക് പലപ്പോഴും ഓരോ റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഫാമിലിയായിട്ട് ആൾക്കാർ വരുമ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം എനിക്കിതുപോലെ എൻ്റെ ഫാമിലിയായിട്ട് ഒന്നിച്ചെങ്ങും പോകാൻ പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്ത്, എൻ്റെ വീട്ടിലെ കഷ്ടപ്പാട് ഓർത്ത് എൻ്റെ അച്ഛനും അമ്മയും ഓരോ കാര്യങ്ങളും ജോലി ചെയ്യാൻ വേണ്ടി അകന്ന് നിൽക്കുമ്പോൾ എനിക്ക് അന്ന് സങ്കടം ഉണ്ടെങ്കിലും, പക്ഷേ ഇന്ന് എന്നെ ഈ കാര്യങ്ങൾ എനിക്ക് ഒറ്റയ്ക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും അത് ഓർക്കുമ്പോൾ ഭയങ്കര റെസ്പെക്റ്റാണ്. അപ്പോൾ ഇന്നത്തെ കുട്ടി സ്റ്റോറിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.